ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പീൽ ഓഫ് മാസ്ക് ഇതാണ്. ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആണ്. ആക്ടിവേറ്റഡ് ചാർക്കോൾ ഡീടോക്സിഫൈങ് പീൽ ഓഫ് മാസ്ക് ആണിത്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണിത്. 100 ഗ്രാമിന് 315 രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട്. നമ്മൾ ഈ ഒരു പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകും. അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും. സ്കിന്നിൽ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആക്കും. പിന്നെ നമ്മുടെ ഫേസിൽ കുട്ടി കുട്ടി ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിന്നെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ ബാക്കിൽ തന്നെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതിന്റെ മെത്തേഡൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് കഴുകി ഫേസ് ഉണക്കിയിട്ട് വേണം ഈ ഒരു പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. എൻ്റെ ഫേസ് ഇപ്പം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇനി ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ പീൽ ഓഫ് മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും തിൻ ലെയർ ആയിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പീൽ ഓഫ് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കണ്ണിൻ്റെ ഏരിയയിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുക. അതേപോലെ തന്നെ ഐബ്രോയിലൊന്നും ആവാതെ നോക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ പീൽ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഐബ്രോയും കുടുങ്ങി വരും. നമ്മുടെ ഫേസിലുള്ള കുട്ടി കുട്ടി ഫേഷ്യൽ ഹെയർ എല്ലാം നമ്മൾ പീൽ ഓഫ് മാസ്ക് പീൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ വരുവേ. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെൽസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പീൽ ഓഫ് മാസ്ക് പീൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ വരും. നമ്മൾ ഈ ഒരു പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ഉണങ്ങും. അതിനുശേഷം വേണം നമ്മളിത് റിമൂവ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ പീൽ ഓഫ് മാസ്ക് റിമൂവ് ചെയ്യേണ്ടത് ഈ ഒരു താഴേന്ന് വേണം നമ്മൾ മുകളിലോട്ട് റിമൂവ് ചെയ്യാനായിട്ട്. നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു പെയിനൊക്കെ കാണും. നമ്മളുടെ കുട്ടി കുട്ടി ഫേഷ്യൽ ഹെയർ പോകുന്നതിൻ്റെയാണ് ആ ഒരു വേദന. പിന്നെ നമ്മൾ ഈ പീൽ ഓഫ് മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളം വെച്ചിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക. അതല്ലെങ്കിൽ ടോണർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും. അതേപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ പോകും. പിന്നെ നമുക്ക് മാസത്തിൽ 2 തവണയൊക്കെ ഈ ഒരു പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.